വരുന്ന UP ഇലക്ഷൻ ആയിരിക്കും BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ. ഇപ്പോൾ കുറേ ഇലക്ഷൻസ് കഴിഞ്ഞെങ്കിൽ പോലും നിലവിലെ ഒരു സാഹചര്യത്തിൽ BJPക്ക് ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ BJP വിജയിക്കുകയാണെങ്കിൽ 2029 ഇലക്ഷന് മുന്നോടിയായിട്ട് അത് പാർട്ടിക്ക് വലിയ ഒരു ഊർജ്ജം പകരും. അതുമാത്രമല്ല, ഒരു നെഗറ്റീവ് ഗെയിം ഉണ്ടല്ലോ, ഇപ്പം ഒരു നെഗറ്റീവ് ഗെയിമിൽ BJP അല്പം പിന്നിലാണ്, അല്ലെങ്കിൽ BJPക്ക് ആ പഴയ പോലെ ഒരു എഡ്ജ് ഇല്ല എന്നുള്ളൊരു അനാലിസിസ് പൊതുവേ ഉണ്ട്. പ്രത്യേകിച്ച് CJP സമര വിജയം, ബങ്കിപ്പൂർ ഉൾപ്പെടെയുള്ള ആ ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി, ഇതൊക്കെ BJP ഒന്ന് ബാക്ക് ഫൂട്ടിലാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് പഴയ പ്രഭാവമില്ല, അമിത്ഷായ്ക്ക് പഴയ വീര്യമില്ല എന്നൊക്കെ പ്രതിപക്ഷ ക്യാമ്പുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് പുറത്തു വരുന്നുണ്ട്. ചില നിക്ഷിപ്ത താല്പര്യക്കാരും വിദേശ ശക്തികളൊക്കെ ആ രീതിയിലുള്ള ചില നെഗറ്റീവ്സും അതുകൂടാതെ പെർസെപ്ഷൻസും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മറികടക്കാൻ BJPക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അടുത്ത UP ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതാണ്. 2027 ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലായിട്ടായിരിക്കും UP ഇലക്ഷൻ നടക്കുക. UPക്കൊപ്പം ഉത്തരാഖണ്ഡ്, പിന്നെ അതുകൂടാതെ പഞ്ചാബ്, ഗോവ സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. പക്ഷേ അതിൽ UP തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയുള്ള ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം വിജയിക്കുകയാണെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ചവിട്ടുപടിയാണ്. UP വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്നുള്ളൊരു പെർസെപ്ഷൻ കുറേ കാലമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJPയെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിൽ തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് BJPയെ സംബന്ധിച്ച്. കാരണം 10 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ എന്നിരുന്നാൽ പോലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ യോഗി ആദിത്യനാഥിൻ്റെ ക്ലീൻ ട്രാക്ക് റെക്കോർഡ് അത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയെ മുൻനിർത്തി BJP മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറേ ഗുണങ്ങൾ പാർട്ടിക്ക് ലഭിക്കും. നമുക്ക് എല്ലാ വിഷയങ്ങളെയും ഒരേ രീതിയിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചെറുപ്പക്കാർക്കിടയിലുള്ള അസ്വസ്ഥത, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം ജെൻസി വിപ്ലവം ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിൽ, വിപ്ലവം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു CJPയുടെ പ്രതിഷേധവും സമരമൊക്കെ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ബീഹാറിലേത് തന്നെ ഒരു ചെറിയ സിഗ്നലാണ് നൽകിയിരിക്കുന്നത്. അപ്പം അത്തരം വിഷയങ്ങളെ പരമാവധി അഭിമുഖീകരിച്ച് അതിനെ മറികടക്കാനൊക്കെ പാർട്ടിക്ക് സാധിക്കണം. RSSൻ്റെ ഒരു സജീവമായുള്ള ഇടപെടൽ BJPക്ക് വളരെ നിർണായകമായിരിക്കും ഉത്തർപ്രദേശ് പിടിക്കാൻ എന്നതാണ്. പിന്നെ യോഗി ആദിത്യനാഥ് RSSൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ RSS വളരെ സജീവമായിട്ട് തന്നെ രംഗത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാമക്ഷേത്ര വിവാദമൊക്കെ ചെറിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സമാജ്വാദി പാർട്ടി അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എത്രത്തോളം യോഗ്യത ഉണ്ടെന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ അതനുസരിച്ചുള്ള കുറേ കുത്തിത്തിരിപ്പുകൾ സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അതേ രീതിയിലുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPക്ക് ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നത്. പാർട്ടിക്കിടയിലെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് തെരഞ്ഞെടുപ്പ് നേരിടുക എന്നത് മാത്രമാണ് BJPക്ക് മുമ്പുള്ള ഓപ്ഷൻ. യോഗി അല്ലെങ്കിൽ ആ ഒരു ഉത്തർപ്രദേശിലെ ഭരണകൂടം പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ആ രീതിയിലുള്ള ഒരു സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശ് BJPക്ക് പിടിച്ച് എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വീണ്ടും അധികാരം അവിടെ നിലനിർത്താനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ വന്ന ദൈനിക് ഭാസ്കറിൻ്റെ ഒരു ഒപ്പീനിയൻ പോൾ 4-5 ദിവസം മുമ്പാണ് വന്നത്, ഈ വിഷയത്തിനൊക്കെ ശേഷമാണ്. അവിടെയും BJPക്ക് ഒരു ചെറിയ എഡ്ജ് അവർ നൽകുന്നുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ എന്നാലും മത്സരം കുറേയൊക്കെ ടൈറ്റായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി BJPയുടെ ട്രഡീഷണൽ വോട്ട് ബാങ്കിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വളരെ സജീവമായി തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു ബീഹാറിൽ RJDക്ക് സംഭവിച്ച ആ പാളിച്ച തങ്ങൾക്ക് പറ്റരുതെന്നുള്ള രീതിയിൽ തന്നെയാണ് അഖിലേഷ് യാദവ് കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അയോധ്യയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതുകൂടാതെ തന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ക്രെഡിബിലിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് യോഗി വേഴ്സസ് അഖിലേഷ് എന്നുള്ള രീതിയിലേക്ക് ഈ ബാറ്റിൽ മാറുകയാണെങ്കിൽ അത് യോഗിക്ക് കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഉത്തർപ്രദേശിൽ എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തുക എന്നത് തന്നെയായിരിക്കും BJPക്ക് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. ഈ ഒരു നെഗറ്റീവ് ഗെയിം ഇപ്പം അല്പം ബാക്ക് ഫൂട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് എല്ലാം മറികടക്കാൻ ഉത്തർപ്രദേശിലെ വിജയം BJPക്ക് സഹായകമാകും. ഉത്തർപ്രദേശ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഇതുവരെ പറഞ്ഞിരുന്ന നെഗറ്റിവിറ്റി ഒന്നും അവിടെ ഉണ്ടാവില്ല. BJP വീണ്ടും സ്ട്രോങ് ആയി എന്നുള്ളൊരു പെർസെപ്ഷൻ തന്നെയായിരിക്കും പുറത്ത് വരിക.